ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലും ഇഫ്താർ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്, സ്വീറ്റ് ആയിട്ടുള്ള. അതിൻ്റെ റെസിപ്പി കാണിക്കാം. ക്യാരറ്റ് പോളയും ബനാന കട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇനി വേവിക്കാൻ വെക്കണം. ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം, 2 ഏലക്ക, 5 ടേബിൾ സ്പൂൺ ഷുഗർ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ വേവിച്ച ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതാ ഒരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ആക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള കിസ്മിസും കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാനിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന് താഴെയായിട്ടൊരു പാന് വെക്കണം. ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇതിലേക്ക് കാഷ്യൂവും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഒരു 10-20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായി കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് വേറൊരു പാനിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റ് പോള റെഡിയായി. ഇനി ഇതാ നമുക്ക് ബനാന കട്ലറ്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ 3 ബനാന എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇനി ഒരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ആക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള കിസ്മിസും കാഷ്യൂ എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇതാ ബനാന കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും 2-3 ബ്രെഡ് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഴക്കൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. കുറച്ച് മൈദാമാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദപ്പൊടിയിൽ പച്ചവെള്ളം ചേർത്തിട്ട് അങ്ങനെ കലക്കിയെടുത്തതാണ്. ഇനി അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം.
എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബനാന കട്ലറ്റ് റെഡിയായി. ഇനി ഇന്ന് ദോശയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോമ്പർക്ക സമയമായപ്പോൾ നമ്മളെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പപ്പായ ജ്യൂസും സ്നാക്സും കട്ട് ഫ്രൂട്ട്സും ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ നോമ്പർക്കാൻ സമയത്ത് ഇതാ ഉമ്മ കുറച്ച് മന്തിയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ.